ഹായ്, അപ്പോൾ നമുക്ക് ഇന്ന് ഇവരുടെ, ഇദ്ദേഹത്തിന്റെ, ഇവയുടെ എന്നൊക്കെ ഉള്ളത് എങ്ങനെയാണ് ഹിന്ദിയിൽ പറയാമെന്ന് നോക്കാം. അപ്പം ഇവരുടെ, ഇദ്ദേഹത്തിന്റെ, ഇവയുടെ അതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് ഇൻക, ഇൻകി, ഇൻകെ. ഏതെങ്കിലും ഒന്നാണ് നമ്മൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ അവരുടെ, അദ്ദേഹത്തിന്റെ, അവയുടെ എന്നുള്ളതിന് ഉൻക, ഉൻകി, ഉൻകെ എന്നുള്ള ഭേദങ്ങളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ മുൻപത്തെ ഷോർട്സിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, ആ റൂൾ വെച്ചിട്ട് തന്നെയാണ് ഏത് സാഹചര്യത്തിലാണ് ഉൻക, ഉൻകി, ഉൻകെ, അതുപോലെ തന്നെ ഇൻക, ഇൻകി, ഇൻകെ ഈ വേരിയേഷൻസ് വരുന്നത് എന്ന് തീരുമാനിക്കപ്പെടുന്നത്. അപ്പോൾ ഇനി നമുക്ക് എക്സാമ്പിൾ നോക്കാം. ഇൻക ഭായി, ഇദ്ദേഹത്തിന്റെ സഹോദരൻ. ഉൻകി ബഹൻ, അദ്ദേഹത്തിന്റെ സഹോദരി. ഇവിടെ ഉൻകി ബഹൻ എന്ന് പറയുന്നത് അവരുടെ സഹോദരി എന്നുള്ള അർത്ഥത്തിലുമായിരിക്കാം. അതുപോലെ തന്നെ ഇൻക ഭായി എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെക്ക് പകരം ഇവരുടെ സഹോദരൻ എന്നുമായിരിക്കാം. അത് നമ്മൾ ആരെ കാണിച്ചിട്ടാണ് ഇൻക, ഉൻക എന്നൊക്കെ പറയുന്നത് എന്നനുസരിച്ചിട്ടിരിക്കും. ഓക്കെ, അതുപോലെ ലാസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ഉൻകെ ബച്ചെ, അവരുടെ മക്കൾ എന്നാണ്. അപ്പോ ഇന്നത്തെ ആക്ടിവിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇവരുടെ സഹോദരി എന്നാണ് പറയേണ്ടതെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും പറയാന്നുള്ളതാണ്. അപ്പൊ ഇത് ഹിന്ദിയിൽ തന്നെ എഴുതണം എന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തിട്ട് അങ്ങനെ എഴുതാം. ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തിട്ട് എഴുതാട്ടോ. ഹിന്ദി ടൈപ്പ് ചെയ്യാൻ അറിയാത്തത് കൊണ്ട് ആരും ആൻസർ ചെയ്യാതിരിക്കേണ്ട. ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് എഴുതാം. മംഗ്ലീഷ് ടൈപ്പ് ചെയ്യുന്നത് പോലെ ഇംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്താണ് ആക്ടിവിറ്റി? ഇവരുടെ സഹോദരി എന്ന്. സഹോദരിക്ക് ഉപയോഗിക്കുന്ന വാക്ക് എന്താണ്? ബഹൻ. അത് ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് എല്ലാവരും പറയാട്ടോ എങ്ങനെയാണ് അത് വരിക എന്നുള്ളത്. ഓക്കെ.